ശരി, ശ്രീ ടി പി ജയചന്ദ്രൻ, എന്തായാലും ബി ജെ പിക്ക് ഈ ഒരു സമ്മർദ്ദം അതിജീവിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അത്ര വലിയ ഭൂരിപക്ഷമുണ്ട്. പക്ഷെ 10 ദിവസമായിട്ടും ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അതൊരു മോശം കാര്യമായിട്ട് വരികയാണ്. ബി ജെ പിക്ക് അങ്ങനെ എന്തായാലും ബി ജെ പിയുടെ മുഖ്യമന്ത്രി ആയിരിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. ബീഹാർ മോഡലിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കണം എന്നൊക്കെ ഷിൻഡെ ശിവസേന പറയുമ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യവും ബി ജെ പിക്ക് മഹാരാഷ്ട്രയിൽ ഇല്ല. കാരണം അത്ര വലിയ ഭൂരിപക്ഷമാണ് കിട്ടിയിരിക്കുന്നത്. അജിത് പവാറിന്റെ NCP ഉറച്ചു നിൽക്കുന്നു, പിന്നെ ഏതാനും സ്വതന്ത്രരുടെ പിന്തുണ പോലുമുണ്ട്. അങ്ങനെ വരുമ്പോൾ കേവല ഭൂരിപക്ഷത്തിനൊക്കെ ഒരുപാട് മുന്നിൽ ബി ജെ പിക്ക് എത്തിച്ചേരാൻ കഴിയുകയും ചെയ്യും, ഒരു സംശയവുമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു താമസം വരുന്നത്? അത് മൊത്തത്തിൽ പാർട്ടിക്ക് ഒരു മോശമുണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലോ. മഞ്ജുഷേ, വളരെ ശക്തമായ നിലയിലാണ് ദേശീയ ജനാധിപത്യ സഖ്യവും മഹാരാഷ്ട്രയിലെ സഖ്യവും എന്നത് ഈ തെരഞ്ഞെടുപ്പ് നൽകിയ കനത്ത വലിയ ഒരു പാഠം തന്നെയാണ്. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയം എന്ന് പറയുന്നത് അതൊരു പവർ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടതാണ്, അധികാരവുമായി അത് ബന്ധമുണ്ട്. അത് നിരാകരിച്ചതുകൊണ്ട് കാര്യമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും മഹാരാഷ്ട്രയിലെ അതിശക്തമായ വിജയത്തിന്റെ പുറകിൽ ഏതെങ്കിലും വ്യക്തിയുടെയോ ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ മാത്രം വിജയമായിട്ട് അതിനെ കാണേണ്ടതില്ല. മറിച്ച് ഒരെണ്ണയിട്ട യന്ത്രം പോലെ ഒരുമിച്ച് പ്രവർത്തിച്ചതിന്റെ പരിണിത ഫലമാണ് മഹാരാഷ്ട്രയിൽ അസാധ്യമെന്ന് തോന്നിയിരുന്ന സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ ഷിൻഡെയുടെ നേതൃത്വത്തിൽ ശിവസേന രൂപീകരിക്കപ്പെടുമ്പോൾ അതിശക്തമാകുമെന്നുള്ളതായിരുന്നില്ല ജനങ്ങളുടെ പ്രതീക്ഷ. മറിച്ച് മറുപക്ഷമായിരിക്കും ശക്തമാവുക. അതുമാതിരി തന്നെ NCPയുടെ കാര്യമെടുത്താലും നേതൃത്വ ഗുണത്തിലും സംഘടനാ ബലത്തിലും മുൻപിട്ട് നിന്നിരുന്നത് മറുപക്ഷമായിരുന്നു എന്നുള്ളതായിരുന്നു ധാരണ. പക്ഷെ അതിനൊക്കെ കടമുഴകിക്കൊണ്ടാണ് മഹാരാഷ്ട്രയിലെ മഹായുതി ശക്തം എതിരാളികളെ മുഴുവൻ അമ്പരപ്പിച്ചുകൊണ്ടുള്ള ഈ വിജയം നേടിയിരിക്കുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ പലതും മഹാരാഷ്ട്രയിലെ മഹായുതി ഘടകവുമായി ബന്ധപ്പെടുമ്പോൾ അതിലൊന്നും വാസ്തവമില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വ്യക്തമായ ചിത്രം സൂചിപ്പിക്കുന്നത്. നോക്കൂ, വളരെ കൃത്യമായ ചില നടപടിക്രമങ്ങളിലൂടെ മഹാരാഷ്ട്രയിലെ സർക്കാർ രൂപീകരണ നടപടികൾ മുന്നോട്ട് പോവുകയാണ്. മറ്റന്നാൾ അതിന്റെ രൂപീകരണം നടക്കും. അത് ആസാദ് മൈതാനിയിൽ വെച്ചായിരിക്കും. നമ്മൾ കേൾക്കുന്നതല്ല മഹാരാഷ്ട്രയിൽ നിന്ന് കിട്ടിയ വാർത്തകൾ എന്ന് ഞാൻ പറയുന്നത്. അവിടെ BJP അധ്യക്ഷനായ ചന്ദ്രശേഖർ പവൻകരയുടെ നേതൃത്വത്തിൽ ശിവസേനയുടെയും NCPയുടെയും നേതാക്കന്മാർ സംയുക്തമായി ആസാദ് മൈതാനത്ത് നടക്കുന്ന മുന്നൊരുക്കങ്ങളെ കുറിച്ച് വിലയിരുത്താൻ വേണ്ടി സ്ഥലം സന്ദർശിച്ചിരിക്കുന്നു. BJP അധ്യക്ഷൻ ചന്ദ്രശേഖർ പവൻകരയുടെ നേതൃത്വത്തിലുള്ള ടീമിനകത്തേക്ക് ശിവസേനയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഗുലാബ് റാവു പാട്ടീലും സഞ്ജയ് ശിവറാത്തും ആ ടീമിന്റെ കൂടെ പങ്കെടുത്തതായിട്ടാണ് നമ്മൾ കിട്ടുന്ന വിവരം. ഇതോടൊപ്പം തന്നെ NCPയുടെ ധനഞ്ജയ് മുണ്ടയും ഹസൻ മുഷറഫും ആ ടീമിനകത്തുണ്ടായിരുന്നു. ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? ഏതെങ്കിലും തരത്തിൽ ഇന്ന് നമ്മൾ മലയാള വാർത്തകളിൽ കേൾക്കുന്ന മാതിരിയുള്ള അസ്വാരസ്യങ്ങളോ അതൃപ്തിയോ ഉണ്ടായിരുന്നെങ്കിൽ മഹാരാഷ്ട്രയിലെ മറ്റന്നാൾ നടക്കാൻ പോകുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്ന ആസാദ് മൈതാനിയിൽ സംയുക്തമായി ഈ മുന്നണിയുടെ നേതാക്കന്മാർ ഒരുമിച്ച് സഞ്ചരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? മാത്രമല്ല, നമ്മൾ ഇന്ന് കേൾക്കുന്ന വിഭിന്നമായ വാർത്തകളാണ് മറ്റു ചില വാർത്തകൾ. ഇന്ന് ഷിൻഡെയ്ക്ക് അദ്ദേഹം രോഗബാധിതനായിരുന്നു എന്നുള്ളത് ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിലാണുള്ള വാർത്തയായിട്ടാണ് മലയാള മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചതെങ്കിൽ അദ്ദേഹം ഇന്ന് കാലത്ത് താനെയിലെ ജൂപ്പിറ്റർ ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ പരിശോധന പൂർത്തിയാക്കി. ശാരീരികമായി അദ്ദേഹത്തിന് അസ്വാസ്ഥ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഡിസംബർ 6-ാം തീയതി ദാദറിൽ നടക്കാൻ പോകുന്ന ഡോക്ടർ BR അംബേദ്കറുടെ മഹാപരിനിർവഹണ ദിന ആഘോഷ പരിപാടികളുടെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് അദ്ദേഹം ഓൺലൈനായിട്ടാണ് യോഗം വിളിച്ചു ചേർത്തത്. ആ യോഗം വിളിച്ചു ചേർത്തത് ഷിൻഡെയാണ്. ആ യോഗത്തിൽ സംബന്ധിച്ചിരിക്കുന്നത് നിയുക്ത മുഖ്യമന്ത്രി ഫഡ്നാവിസും ചീഫ് സെക്രട്ടറി സുജാതയും ആ മീറ്റിംഗിൽ പങ്കെടുത്തു. അപ്പൊ കേരളത്തിലെ മാധ്യമങ്ങൾക്കിടയിൽ നിന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളല്ല യഥാർത്ഥത്തിൽ മഹാരാഷ്ട്രയിൽ നിന്നും പുറത്തു വന്നു. പക്ഷെ മുഖ്യമന്ത്രി ആരാണ് എന്ന് തീരുമാനിച്ചിട്ടില്ല. ഇത്രയും ദിവസമായി 10 ദിവസമായി അതൊരു ഊഹാപോഹമല്ല. അത് മാത്രമല്ല, ഈ സത്യപ്രതിജ്ഞ തീയതി ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷെ ശരിയാണ് താങ്കൾ പറഞ്ഞത്, അതിന്റെ മുന്നൊരുക്കങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ സ്ഥലം ഏതാണെന്നുള്ള കാര്യത്തിലൊക്കെ തീരുമാനമായിട്ടുണ്ട്. പക്ഷെ ഇത് ഒന്നിച്ചുള്ള ഒരു പ്രഖ്യാപനമായിട്ട്, മഹായുതിയുടെ ഒരു പ്രഖ്യാപനമായിട്ട് വരുന്നില്ല എന്നുള്ളത് ഊഹാപോഹമല്ല. ഷിൻഡെ ചികിത്സ തേടിയിരുന്നു എന്നുള്ള കാര്യവും അത് ശരിയാണ്, അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സ തേടിയതിനു ശേഷം ആശുപത്രിയിൽ നിന്ന് മടങ്ങുന്ന ദൃശ്യങ്ങളും ഉണ്ടായിരുന്നു. അതായത് ഷിൻഡെ ഇടയ്ക്ക് തെളിഞ്ഞും
ഇടയ്ക്ക് ഒളിച്ചും നടക്കുകയാണ്. അതെന്തിനാണ് എന്നുള്ളത് വെറും ഊഹാപോഹമല്ലല്ലോ. അവിടെ BJP-യെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു ഘടകം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തിനു വേണ്ടിയാണ് ഈ സമ്മർദ്ദം എന്നുള്ളതാണ്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്തിന് ആഗ്രഹമുണ്ടായിരുന്നു എന്ന കാര്യത്തിലും സംശയമില്ല. അതായത് ഇത്രയും വലിയൊരു ഭൂരിപക്ഷം കിട്ടിയിട്ട് പോലും ഒരു മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും മോശമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. അത് ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിലല്ല. എന്തായാലും ഷിൻഡെ പിണക്കത്തിലാണ് എന്ന കാര്യത്തിലും സംശയമില്ല. മഞ്ജുഷേ, അക്കാര്യത്തില് അത്തരം ഊഹാപോഹങ്ങൾ വെച്ചു പുലർത്തുന്നതിനെ ഞാൻ നിഷേധിക്കുന്നില്ല. അതിനുള്ള സ്വാതന്ത്ര്യം മാധ്യമങ്ങൾക്കും ആളുകൾക്കും വ്യക്തികൾക്കും ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ ഉറക്കെ പറയാം. മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, ബുധനാഴ്ച പഴക്കുല ഏതായാലും പുക വെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പൊ പുക വെക്കാൻ കിട്ടാതെ പുക വെക്കാൻ സാധ്യമല്ലല്ലോ. ഒരു മുന്നണി സംവിധാനത്തിൽ ജയിച്ചവർക്ക് വളരെ കൃത്യമായ സ്വീപ്പ് മെജോറിറ്റി ലഭിച്ചിരിക്കുന്നു. ആ മെജോറിറ്റിക്കകത്ത് നമുക്കറിയാം അതിന് ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്, ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രി ആകണമെന്നുള്ള ആഗ്രഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ഉണ്ടാകുന്നത് ഒരിക്കലും കുറ്റകരമല്ല. രാഷ്ട്രീയത്തിൽ പവർ സ്ഥാനങ്ങളോടുള്ള ആഗ്രഹങ്ങൾ വെച്ചു പുലർത്തുന്നത് തെറ്റുമല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരം ആഗ്രഹങ്ങൾ, വ്യത്യസ്തങ്ങളുടെ അഭിപ്രായങ്ങൾ, ഒരു മുന്നണിക്കകത്തുനിന്നും ചർച്ചകൾ അതൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ധൃതി പിടിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതിന് പകരം അത്തരം തീരുമാനങ്ങളിൽ വ്യക്തത വരുത്തുകയും പരസ്പര ധാരണയിൽ ഒരുമിച്ച് മുൻപോട്ട് പോവുകയും, പ്രത്യേകിച്ച് നമുക്കൊക്കെ അറിയാമല്ലോ, ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പഴയ ജനതാ പരീക്ഷണം നമ്മുടെ മുമ്പിലുണ്ട്, തകർന്നുപോയ ചില സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ വളരെ കൃത്യവും ശക്തവും വ്യക്തവുമായ അനുഭവ പാഠമുള്ള ഒരു പ്രസ്ഥാനമാണ് BJP. അത് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുമാണ് BJP. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ സുവ്യക്തത വരുത്തിയും അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള എന്താ പറയുക മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ടെങ്കിൽ അത് നടത്തുകയും MLA-മാരുടെ യോഗം വിളിച്ചു ചേർക്കേണ്ടതുണ്ട്, പാർലമെന്ററി പാർട്ടി നേതാക്കന്മാരെ വിളിച്ചു ചേർക്കേണ്ടതുണ്ട്, വകുപ്പ് മന്ത്രിമാരെ നിശ്ചയിക്കേണ്ടതുണ്ട്, ഓരോ ഘടകകക്ഷികൾക്കും ആവശ്യമായ മന്ത്രികൾ നൽകേണ്ടതുണ്ട്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ കൃത്യവും ശക്തവുമായ രൂപത്തിൽ ഒരുപക്ഷെ ഒരു ഘടകകക്ഷി ഒരുമിച്ചിരുന്ന് നേടിയ ഈ വിജയത്തിൽ ഒരു കല്ലുകടി പോലും അവശേഷിപ്പിക്കാതെ എല്ലാവർക്കും സ്വീകാര്യമായ തീരുമാനമെടുക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഏതാണ്ട് പരിസമാപ്തിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. യാതൊരു സംശയവും നമുക്ക് വേണ്ട. ഷിൻഡെയുടെ നേതൃത്വത്തില്, ദേശീയ ജനാധിപത്യ സഖ്യ നേതൃത്വത്തില് BJP-യുടെ ഫഡ്നാവിസ് തന്നെ മുഖ്യമന്ത്രിയായിക്കൊണ്ടുള്ള ഒരു തീരുമാനം, ആ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങ് ആസാദ് മൈതാനിയിൽ വരുന്ന ശുഭവാർത്തയാണ് മഹാരാഷ്ട്ര. ശരി, TP ജയചന്ദ്രൻ.